ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാണ്ട് മെറ്റേണിറ്റി ഫ്രോക്കിൻ്റെ വീഡിയോസ് ആണ്. ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ കൂടെ പോരാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കട്ടൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ ക്യാമറാമാനി അശ്വിനി അല്ല, പകരം ചക്കരയാണ് കേട്ടോ. ഞാൻ റെഡിയായി, നമുക്ക് ഇനി പോവാ ഷൂട്ട് ചെയ്യാൻ. പുറത്ത് നല്ല വെയിലാ, വെയിൽ കറിയിട്ട് പോരാ പോരെ. വെയിലിന് ഇനി പേടിക്കാൻ പാടില്ല, നമുക്ക് സാധനം തരാം ഞാൻ. ഇതാണ് സാധനം, ഇത് ഡെർംഡോക്കിന്റെ അൾട്രാ വയലറ്റ് ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ്. ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്. ഇതാരോ പറ്റിച്ചതാന്നാ തോന്നുന്നത്. ഇതെന്തോ സ്കാമാ. നോക്ക്, വയലറ്റ് കളറ്. പൊട്ടത്തിയെ, അത് അങ്ങനെ തന്നെയാണ്. ഈ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, അപ്പം മനസ്സിലാവും നമുക്ക് അതിന്റെ ഗുട്ടൻസ് എന്താന്ന്. ഓളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സാധനം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കും കിട്ടിയോ സ്കാം എന്ന്. ഇതാണ് ഡെർംഡോക്കിന്റെ അൾട്രാ വയലറ്റ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ. ഇതിൽ 4% നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അൺഈവൻ ടോണൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഇൻസ്റ്റന്റ് റേഡിയൻ ഗ്ലോ കിട്ടുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നില്ലേ? എന്നാ പിന്നെ ഞാൻ മാത്രമല്ല, ഓളും കൂടെ അങ്ങോട്ട് തിളങ്ങിക്കോട്ടെ അല്ലേ. ഞാൻ പറഞ്ഞതിൽ ഒക്കെ ഒരു വിശ്വാസം വരണം. ഇതിൽ പർപ്പിൾ ടിന്റഡ് ഫോമിലെ ഇന്ത്യൻ സ്കിൻ ടോണിനെ ന്യൂട്രലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ആയില്ലേ? SPF 50 PA++++ ഉള്ളതുകൊണ്ട് തന്നെ ഇത് സണ്ണിന് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസേഷൻ പ്ലസ് സൺ പ്രൊട്ടക്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെ ഇത് ബോത്ത് മെൻ ആൻഡ് വുമണിന് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് രമണ, സ്കിൻ കെയർ ആൻഡ് സൺ കെയറിന് വേണ്ടിയിട്ട് ഇനി ഡിഫറെന്റ് പ്രോഡക്ട്സ് ഒന്ന് യൂസ് ചെയ്യേണ്ട ഈ ഒരു ഒറ്റ എണ്ണം മതി എന്നർത്ഥം. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർപ്പിളിൽ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല ഈ വീഡിയോയുടെ സൈഡിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, കൊൽക്കട്ടയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ 2 അവറിന്റെ ഉള്ളിലും, കൊച്ചി, കൊല്ലത്താണെന്നുണ്ടെങ്കിൽ സെയിം ഡേയിലും ഡെലിവറി അവൈലബിൾ ആണ്. എന്റെ ഡെലിവറി ആവുന്നതിന് മുമ്പ് എന്റെ പെൻഡിങ് വർക്കൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പോയി വരാം. ഞാനൊരു ഷൂട്ടിന് പോകുന്നതിനാണ് ഇതാ 3 എണ്ണം വരിക്ക് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്തുകൊണ്ട് പറയല്ല, അത് യൂസ് ചെയ്തപ്പം ചക്കരയ്ക്ക് ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അവൾ എന്ത് കോൺഫിഡന്റ് ആയിട്ടാണ് വെയിലത്തോടെ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളെ ബൂസ്റ്റ് ചെയ്തിട്ട് ഓക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെയിലത്ത് ഷൂട്ടൊക്കെ നടക്കുള്ളൂ. ഇനി നമുക്ക് അധികം സമയമല്ല, കാരണം ക്ഷീണിതയായിക്കൊണ്ടിരിക്കുകയാണ്. അവളല്ല ഞാൻ. ഡോക്ടർ പറഞ്ഞ ഡേറ്റിനേക്കാളും നേരത്തെ പ്രസവം നടക്കും എന്നുള്ള ഏകദേശ ധാരണയിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വർക്കൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചൊന്ന് എന്താ പറയുക ഫ്രീ ആവണം എന്നുണ്ട്. വീട്ടിലിപ്പോൾ ഇതാണ് അവസ്ഥ. ഫുള്ള് മഴക്കാലത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയും അച്ഛനും കൂടെ. വൈക്കോലൊക്കെ ഒന്ന് ഉണക്കി അട്ടത്ത് കയറ്റുന്ന പരിപാടിയിലാണ്. പശുവിനുള്ളത് കേട്ടോ, ഞമ്മക്കുള്ളതല്ല. ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കുന്നതിന് അല്ലൂനും, അടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കുന്നതിന് തുമ്പീനെയും, പിന്നത്തേന് 2 പേരെയും കൂടിയൊക്കെ കൊണ്ടുപോയി വന്നു. ഇവർക്ക് ഭയങ്കര ഡിമാൻഡാണ് ഗൈസ്. ഇപ്പം രണ്ടും എന്തൊരു അച്ചടക്കത്തോടെ ഇരിക്കാന്ന് വിചാരിക്കേണ്ട. ഞാൻ എൻ്റെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എണീറ്റ് ഓടാനുള്ള പരിപാടിയാണ്. കമ്പാരിറ്റീവ്ലി ഇന്ന് 2 പേരും കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ട്. കാരണം അടുത്ത ഷൂട്ടിനൊന്നും ഞാൻ കൊണ്ടുവരില്ല, മര്യാദയ്ക്ക് ഇരുന്നാൽ മാത്രമേ കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങിയിരുന്നത് കേട്ടോ. കേട്ടോ തംസപ്പൊക്കെ കാണിച്ച് ചേച്ചി പോവുകയാണ്. പോകണ്ടാത്തൊന്ന് ആടം വരെ വീട് വരെ നടക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ. ചെരുപ്പൊന്നും ഇടാതാണ് മൂപ്പത്തി വന്നതേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ പോട്ടെ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.